സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും. സിഹിർ എന്ന മാരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഏറ്റിട്ടുണ്ടോ? അത് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ഇതുമൂലം വിഷമത്തിലാണ് ജീവിക്കുന്നത്. ഇത് എന്താണ്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇത് ഏറ്റിട്ടുണ്ട്? ഒരാൾക്കും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സിഹിർ. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നത് ചെയ്യാൻ പാടില്ല. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ടെസ്റ്റുകളിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പക്ഷേ അയാൾക്ക് വളരെ ക്ഷീണമാണ്, അലസതയാണ്, എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം എന്ന ചിന്തയാണ്. എനിക്ക് ഒറ്റയ്ക്കിരുന്നാൽ മതി എന്ന ചിന്ത, അലസത, ക്ഷീണം, ഇതൊക്കെ അനുഭവപ്പെടുക. തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അഥവാ ഉറങ്ങിയാൽ തന്നെ ദുസ്വപ്നം, തുടർച്ചയായി പേടിച്ചു കരയുക, സ്വപ്നത്തിൽ പലതും കാണുക, അതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ പറയപ്പെടുന്നത്, ഒരു കാരണവുമില്ലാതെ എല്ലായിടത്തും വേദനകൾ, അതിനാലുള്ള ദേഷ്യം, അതുമൂലമുള്ള അസ്വസ്ഥത, അത് സിഹിർ ബാധിച്ചവൻ്റെ അടയാളമാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വേദന, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, തളർച്ച, അലസത, ക്ഷീണം, നല്ല ദിവസങ്ങളിൽ ഇബാദത്ത് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് നഷ്ടപ്പെടുക, അതുകാറുകളിൽ മുടക്കം വരിക, ദിക്റുകൾ ചൊല്ലാൻ പറ്റാത്ത അവസ്ഥ, അലസതയും മടിയും ക്ഷീണവും എല്ലാം ഇതിൻ്റെ അടയാളമാണ്. ഒരാളുകൾക്കും നമ്മളിത് ചെയ്യാൻ പാടില്ലതല്ല. അള്ളാഹു പുറത്തു തരാത്ത വലിയ ഒരു തെറ്റാണിത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിന് തീർച്ചയായും ഉത്തരം കിട്ടും. ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ എടുക്കാൻ പാടുള്ളതല്ല. എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അതിന് പ്രതിഫലം കിട്ടുന്നതാണ്. എല്ലാ വിഷമങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.